മറ്റൊരു കണ്ടസ്റ്റന്റ് ഉറഞ്ഞു തുള്ളിയപ്പോൾ അനുമോള് കൺട്രോൾ ചെയ്തത് കൊണ്ട് മാത്രം ഈ കയ്യിൽ അനുമോളും ഈ കയ്യിലും പ്രവീണും അങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും അവളുടെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു പാർട്ട്ണറിനെ കിട്ടി. കഴിഞ്ഞ വർഷം ഈ സമയം തന്നെ, ഈ വർഷം വധുവായിട്ട് കണ്ടത് ഒത്തിരി സന്തോഷം. ഞാൻ പഠിപ്പിച്ചു കൊണ്ട് വരികയാണ്. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് അനുമോളുടെ കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം റിസപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഇത് ബിഗ് ബോസ് ഷോയിലുള്ളവര്, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ക്രിയേറ്റേഴ്സ്, അതുപോലെ ഒരുപാട് പേര് ആ റിസപ്ഷനിൽ പങ്കെടുത്തിരുന്നു. ആ റിസപ്ഷനിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറയാം. നമ്മൾ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നവരെയും അതിനുശേഷം ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളൊക്കെ നടന്നതാണ് കഴിഞ്ഞ സീസൺ. അപ്പൊ അവിടെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന, നിങ്ങൾ കണ്ടു കാണും, ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും, ഈ പറയുന്ന പോലെ ബിന്നി, ശൈത്യ, ഇവരുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ട് കൂടുതലും ഈ പറയുന്ന അനുമോളെ കയറി അറ്റാക്ക്, ഈ അനുമോള് PR വെച്ചാണ് ജയിച്ചതെന്നും അനുമോളുടെ വിജയം അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയവരാണ്. പക്ഷേ ഇപ്പോൾ അനുമോൾക്ക് നല്ലൊരു സന്തോഷമായ ഒരു സമയം വന്നപ്പം, അല്ലെ കല്യാണത്തിന് അനുമോള് വിളിച്ചപ്പോൾ അവർ പോയി, അവർക്ക് യാതൊരു പിണക്കവും ഇല്ല എന്ന് അവർ കൃത്യമായിട്ട് അവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. അതാണ് വേണ്ടത്. ഈ ഫാൻസുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഇത്രേ ഉള്ളൂ. അവര് കഴിഞ്ഞു, അവർക്ക് ആ പരിപാടി കഴിഞ്ഞു. ചിലപ്പോൾ ഇറങ്ങി വരുമ്പോൾ കുറച്ച് കോൺട്രവേഴ്സികൾ ഉണ്ടാവും, 2-3 മാസമൊക്കെ ഉണ്ടാവും. അതിനുശേഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവരെല്ലാം സെറ്റിൽ ചെയ്ത് അവർക്ക് യാതൊരു വിഷയമില്ല. ഈ കല്യാണത്തിന് ഇവരെല്ലാം കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. പക്ഷെ അവർക്ക് 1-2 പേരെ നമ്മൾ കണ്ടില്ല. അതെന്താണെന്ന് അറിയത്തില്ല. അനീഷിനെയും കണ്ടില്ല, എനിക്കൊന്ന് ബിൻസിയെയും കണ്ടിട്ടില്ല. ഓക്കെ. അതുപോലെ മസ്താനി വന്നിട്ടുണ്ടായിരുന്നു, ശൈത്യ വന്നിട്ടുണ്ട്, ബിന്നി വന്നിട്ടുണ്ട്. അത് ബിന്നിയും ശൈത്യയും ഒക്കെ ആയിരുന്നു കൂടുതലും അനുമോളുമായിട്ട് കൂടുതലും പ്രശ്നങ്ങളൊന്നല്ല, അത് ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തായാലും അതെല്ലാം കോംപ്രമൈസ് ആയി നല്ല സന്തോഷത്തോടുകൂടി കല്യാണത്തിൽ വന്ന് പങ്കെടുത്തു എന്നുള്ളതാണ്. നെവിന് ഇതൊരു ബിഗ് ബോസ് ഹൗസ് മൊത്തം ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ബിൻസിയെയും ഈ പറഞ്ഞ അനീഷിനെയും കണ്ടില്ല. ഇപ്പൊ അനീഷിന് എനിക്ക് തോന്നുന്നു അമ്മയുടെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിന്റെ ഒരു ഫിലിമിന്റെ എങ്ങാണ്ട്. അപ്പൊ അതിന് പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്നലെ ആ വീഡിയോ കണ്ട പോലെ തോന്നുന്നു. ബിൻസിയുടെ കാര്യം എനിക്ക് അറിയത്തില്ല, കണ്ടില്ല. എന്തായാലും അസൗകര്യമായിരിക്കാം, അസൗകര്യം ഉള്ളപ്പം വരാതിരിക്കുന്നതായിരിക്കാം. ആ റിസപ്ഷൻ അടിപൊളിയായിരുന്നു. എനിക്ക് ഇതിൽ പ്രത്യേകം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ. അനുമോളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അതിൽ കുറച്ചു പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ സന്തോഷം നൽകി എന്നുള്ളതാണ്. അനുമോൾ അപ്പം വന്ന വഴി മറക്കത്തില്ല എന്ന് പറയുന്നത് കൃത്യമാണല്ലോ. എന്ന് വെച്ചാൽ അനുമോൾ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് തനിക്ക് അനുകൂലമായിട്ട് ആരാണ് നിന്നത്, അല്ലെങ്കിൽ തന്റെ കറക്റ്റായ തെറ്റും ശരിയും പറഞ്ഞത് ആരാണ് എന്നൊക്കെ നോക്കിയാണ് വിളിച്ചതെന്ന് തോന്നുന്നു. അവരുമായിട്ടൊക്കെ അനുമോൾക്കുള്ള ആ ഒരു ബന്ധം വെച്ചിട്ട് ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയിരിക്കാം. എന്തായാലും അതിനകത്ത് നമ്മുടെ രാജ് ടോക്സിലെ രാജണ്ണൻ, ഡാനി സത്യൻ, അതുല് ആ ഒരു റിസപ്ഷന് ഇവരെല്ലാം പങ്കെടുത്തായിരുന്നു. വളരെ സന്തോഷം. ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ വിളിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ. അവരെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ വേറെ എല്ലാവരും എന്തെങ്കിലും പറയുമോ, എന്തെങ്കിലും വിചാരിക്കുമോ എന്നൊന്നും നോക്കാതെ അവരെ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് മസ്താനി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. മറ്റൊരു കണ്ടസ്റ്റന്റ് ഉറഞ്ഞു തുള്ളിയപ്പോൾ അനുമോള് കൺട്രോൾ ചെയ്തത് കൊണ്ട് മാത്രം ഈ കയ്യിൽ അനുമോളും ഈ കയ്യിലും പ്രവീണും. അനുമോളായിട്ട് ബിഗ് ബോസിൽ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് ട്രിപ്പിൾ ഗേറ്റ് ചെയ്യുന്നത്. എന്താണ് അതിനെക്കുറിച്ച്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തൊക്കെ കുറിച്ച് പറയാനുള്ളത്? അനുമോളുടെ എന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ഇമ്പാക്ട് റീ എൻട്രിയില് എല്ലാ ആളുകളും കണ്ടതാണ്. മറ്റൊരു കണ്ടസ്റ്റന്റ് ഉറഞ്ഞു തുള്ളിയപ്പോൾ അനുമോള് കൺട്രോൾ ചെയ്തത് കൊണ്ട് മാത്രം ഈ കയ്യിൽ അനുമോളും ഈ കയ്യിലും പ്രവീണും പിടിച്ച്. അനുമോൾ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമാണ്, ക്ഷമിക്കണം, കാരണം ഇന്ന് നീ ക്ഷമിച്ചാലും നാളെ നിനക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും എന്ന് അന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. മസ്താനി ആദ്യം ബിഗ് ബോസ് ഹൗസിനകത്ത് പോയി, അന്ന് പുറത്താവുമ്പോൾ നല്ല നെഗറ്റീവോട് കൂടിയാണ് പുറത്തായത്. അതിനെ ധ്യാൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ട് കളിയാക്കുന്നൊക്കെയുണ്ട്. പക്ഷെ അതിനുശേഷം മസ്താനി തിരിച്ചു കയറുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെയും എല്ലാവരെയും കൂടെ തിരിച്ചു വിളിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് തിരിച്ചു കയറി. പക്ഷെ ആ തിരിച്ചു കയറിയത് കാര്യമായെന്ന് ഞാൻ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഇപ്പോഴും കടന്നു ഓടിയാണ്. പക്ഷെ മസ്താനി തിരിച്ചു കയറിയ സമയത്ത് നമ്മളെല്ലാം കണ്ടതാണ് അവിടെ ഒരു RJ ബിൻസിയുമായിട്ടുള്ള ചെറിയ ഉടക്കുകളൊക്കെ. പക്ഷെ അവിടെയാണ് ഈ പറയുന്ന മസ്താനിക്ക് ലോട്ടറി അടിച്ചത് എന്ന് ഞാൻ പറയും. പറഞ്ഞത് ശരിയാണ്. അനുമോളൊക്കെ കയ്യിൽ മുറുക്കി പിടിക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ്, മിണ്ടാതിരിക്കാൻ പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇരുന്നത് കൊണ്ട് എന്താണ് ഈ പറയുന്ന മസ്താനി ഔട്ടായപ്പോൾ ഇറങ്ങിയത് നെഗറ്റീവ് ആണെങ്കിലും പിന്നീട് കയറിയിട്ട് ഇറങ്ങിയപ്പോൾ വൻ പോസിറ്റീവോടുകൂടിയാണ് ഇറങ്ങിയത്. ഇല്ല, എനിക്കിപ്പോ പോസിറ്റീവ് ആണല്ലോ, എനിക്ക് മസ്താനിയെ നമുക്ക് എടുത്തിട്ട് അടിക്കാൻ കിട്ടുന്ന ഒരു സമയമാണ്. ഇനിയിപ്പോ എനിക്ക് ഫാൻസ് ഒക്കെ ഒരുപാട് വെളിയിലുണ്ടെന്ന് വിചാരിച്ചിട്ട് മസ്താനിയുടെ നെഞ്ചത്തോട്ട് കയറാൻ പോയി. പക്ഷെ അതാണ്, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടുവരെ ഫാനിസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാമെന്ന് കാണിച്ചു തന്ന ഒരു ദിവസമായിരുന്നു അത്. മസ്താനി അവിടുന്ന് പോസിറ്റീവായിട്ട് ഇറങ്ങാൻ
കഴിഞ്ഞു എന്നുള്ളതാണ്. മസ്താനി അതുപോലെ വിഷമിച്ച് കരഞ്ഞിരുന്ന ആളായിരുന്നു. അപ്പൊ അതൊന്നും മറന്നിട്ടില്ല. എന്നെ ചേർത്ത് നിർത്താൻ അനുമോൾ ഉണ്ടായിരുന്നു, അനുമോൾ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു, അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നുള്ള രീതിയിൽ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവര് തമ്മിലെ ഒരു ബന്ധം. അതിനൊരു റിസൾട്ട് ഇന്ന് എനിക്ക് കിട്ടി. ആൻഡ് അന്ന് മുതൽ ഇന്ന് വരെ അവള് വളരെ നല്ലൊരു ഫ്രണ്ടാണ്. അവളുടെ ഇപ്പോൾ ഇത്രയും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഇത്രയും നല്ലൊരു ബെസ്റ്റ് മൊമെന്റിലൊക്കെ വിളിക്കുന്നിടത്തോളം നല്ലൊരു ഫ്രണ്ടായിട്ട് മാറി. ആൻഡ് അന്ന് ബിഗ് ബോസിൽ നിന്ന് അവള് പറഞ്ഞ ആ ഒരു സാധനം ഇന്ന് ഞാൻ ലൈഫിൽ കീപ്പ് ചെയ്യുന്നു. അന്ന് അനുമോള് പറഞ്ഞ ആ ഒരു കാര്യം, ക്ഷമിക്കുമ്പോൾ നമുക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും എന്റെ ലൈഫിൽ കീപ്പ് ചെയ്യുന്നു എന്നാണ് ഇവിടെ മസ്താനി പറയുന്നത്. ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ വിചാരിക്കരുത് 100% ഈ വിജയിക്കുന്നവർ പോലും ശരിയാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ പിന്നെ അതിനകത്ത് അവരെന്താണ് കാണിക്കുന്നത് അതിരുത്തിയാണ് നമ്മൾ വിലയിരുത്തുന്നത്. ചില വെളിയിൽ വന്നു കഴിയുമ്പോൾ അവർ ടോട്ടലി വിപരീതമായിരിക്കും. പക്ഷെ ആ ഹൗസിനകത്ത് കൊണ്ടിടുമ്പോൾ അവർ നമുക്ക് തരുന്ന കണ്ടന്റുകൾ, അവർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കണ്ടന്റുകൾ, അതാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ അവരുടെ മറ്റ് പഴയ കാര്യങ്ങൾ ചീഞ്ഞെടുത്തോണ്ട് വരാനോ അതിനൊന്നും അല്ല. അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, അപ്പോൾ അവരെങ്ങനെ നിൽക്കുന്നു, ഇത് കണ്ട് മാത്രമാണ് നമ്മൾ റിവ്യൂ ചെയ്യാറുള്ളത്. പക്ഷെ അവര് വെളിയിൽ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴത്തേക്ക് നീ അകത്ത് കാണിച്ചത് അങ്ങനെയല്ലോ, പുറത്ത് പറഞ്ഞപ്പോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറയും. അതാണ് ഞാൻ പറഞ്ഞത്, 100% ഒന്നും ക്ലിയർ അല്ല. ഈ പറയുന്ന ആരും 100% ഒന്നും ക്ലിയർ അല്ല. വെളിയിൽ വന്നു കഴിയുമ്പോൾ അവരുടെ ക്യാരക്ടർ ടോട്ടലി മാറുന്നത് നമ്മൾ എത്രയോ പേരുടെ കണ്ടിട്ടുണ്ട്. അനീഷേട്ടൻ അറിയില്ല, വിളിച്ചിട്ടുണ്ട്, എല്ലാരും വിളിച്ചിട്ടുണ്ടല്ലോ. മേ ബി എന്തെങ്കിലും ഷൂട്ട് എന്തെങ്കിലും തിരക്കായിരിക്കും. അത് ഹാപ്പി. പിന്നെ അനുവിന്റെ ചേച്ചിയും അച്ഛനും അമ്മയും എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു, റിസപ്ഷനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ആക്ച്വലി ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ വെച്ചിട്ട് അനു ഇങ്ങനെ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറയുമായിരുന്നു. അനുവിന് ഉടനെ തന്നെ കല്യാണം കഴിക്കണം അങ്ങനെയൊക്കെ പറയായിരുന്നു. എന്തായാലും അവളുടെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു പാർട്ട്ണറിനെ കിട്ടി. കഴിഞ്ഞ വർഷം ഈ സമയം തന്നെ. ഈ വർഷം വധുവായിട്ട് കണ്ടത് ഒത്തിരി സന്തോഷം. ശരി, എന്നാ പോട്ടെ. ഓക്കെ, ഹാപ്പിയാണ്. നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതും മണിയർണി എന്റെ സ്വന്തം ബിസിനസിന്റെ തന്നെയാണ്. ശരി, ബൈ, ഗുഡ് നൈറ്റ്. എല്ലാവരും കണ്ടതിൽ സന്തോഷം. ഹാപ്പിയാണോ? എല്ലാവർക്കും ഹാപ്പിയാണോ? ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ രണ്ടുപേരാണ് അനുമോളും ഈ പറഞ്ഞ ശൈത്യയും. പക്ഷെ ഇപ്പോൾ ശൈത്യയുടെ ആ സംസാരം നിങ്ങൾ കേട്ട് നോക്കി. അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു. ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരുടേതായ വിഷയങ്ങളെല്ലാം കഴിഞ്ഞു. എത്രമാത്രം സന്തോഷത്തോടെയാണ് ശൈത്യ അവിടെ വന്നിരിക്കുന്നത്. എനിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കേട്ടോ. ശൈത്യ ഒരുപാട് സൈബർ ആക്രമണം നേരിട്ട ആളാണ്. ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നേരിടും. നമുക്കറിയാം ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ഒരുപാട് സൈബർ ആക്രമണം നേരിട്ട് അതിനെപ്പറ്റി വിശദീകരിക്കാനും പിന്നെ അതിനെപ്പറ്റി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും എല്ലാം ഉണ്ടായതാണ്. എന്ന് പറഞ്ഞാലും ഇപ്പോൾ ആ ഒരു മുഖത്തെ ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ഒരു വൈരാഗ്യമോ വാശിയോ ഒന്നും മനസ്സിലില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. പിന്നെ ഇവിടെ മനസ്സിന്റെ ഉള്ളിലൊന്നും കയറി നമുക്ക് നോക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ അതൊക്കെ വാട്സപ്പ് ചെയ്ത് അവർ പൊയ്ക്കോളൂ. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇനി അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അവർക്ക് ബിഗ് ബോസ് കഴിഞ്ഞ 1 വർഷമായി. സന്തോഷത്തോടു കൂടി വന്നു, അവിടെ പങ്കെടുത്തു. ആ സന്തോഷത്തോടു കൂടി പോകുമ്പോൾ മീഡിയക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരവാണ് ഈ പറയുന്നത്. അതാണ് മനുഷ്യരൊക്കെ ഇത്രേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. ഒരു ദേഷ്യം വരുമ്പോൾ അങ്ങോട്ട് സംസാരിക്കും, ഇങ്ങോട്ട് സംസാരിക്കും. പറയേണ്ട ചിലപ്പോൾ വായിന്ന് പലതൊക്കെ പറയും. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു നല്ല കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഇരുന്നൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണോ അല്ലെങ്കിൽ ശരിയാണോ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം വരുമ്പം ഇതൊന്നും ഒന്നും അല്ല എന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, അങ്ങനെ ഇവർ തമ്മിൽ അത്രയും വലിയ ഇഷ്യൂസും ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞതൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരു പ്രശ്നത്തിലേക്കായിരുന്നു. ആ പ്രശ്നം ഇപ്പോഴും മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അനുമോള് കല്യാണത്തിന് വിളിക്കത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ വിളിച്ചാൽ തന്നെ ഇവര് പോകണമെന്നുമില്ല. നെഗറ്റീവായിട്ട് പറഞ്ഞവരും അല്ലെങ്കിൽ എതിർ നിന്നവരൊന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ പോയി എന്നുള്ളതാണ്. അവരുടെ മനസ്സിലൊന്നും ഒന്നുമില്ല. ഇത് ഈ ഫാൻസുകാർ കുറെ പേരുണ്ട്. അവരുടെ മനസ്സിലാണ് ഇപ്പോഴും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒന്നും മാറിപ്പോവാത്തത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫാൻസ് അന്തം ആകരുത് എന്നുള്ളത്. നമുക്കിപ്പോ അനുമോളെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ അനീഷിനെ ഇഷ്ടമാണ്, ഈ പറഞ്ഞ എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ അവർ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുള്ളതല്ലാതെ നമുക്ക് ഇവരോടൊന്നും പേഴ്സണലായിട്ട് യാതൊരു വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ നമ്മളത് അങ്ങനല്ല, അതിങ്ങനെ ആയിരുന്നു എന്ന് തിരുത്തുന്നതല്ലാതെ അല്ലെങ്കിൽ നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നതല്ലാതെ നമുക്ക് ഇവരുമായിട്ട് എന്താണ്, നമുക്ക് ഇവരെ എന്തെങ്കിലും തരാനുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് എന്തും കൊടുക്കാനുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. ഇതൊക്കെ വളരെ സന്തോഷം. ഞാൻ സത്യം പറഞ്ഞില്ല, ശൈത്യയെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അതുപോലെ ബിന്നി വരും. അന്ന് പിന്നെ വലിയ കോൺട്രവേഴ്സിയിലൊന്നും നിൽക്കാതിരുന്ന ആളാണ്. എന്നാലും ശൈത്യയെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി കേട്ടോ. പ്രശ്നങ്ങളൊക്കെ മാറുന്ന ശൈത്യ വന്നല്ലോ എന്നുള്ളത്. നിവിന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. നിവിൻ പഴയ പോലെ തന്നെ. നിവിൻ അങ്ങനെയാണ്. നിവിന്റെ ചില ശൈലികളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും. ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ
വെളിയിലാണെങ്കിലും ഒരു ഇന്റർവ്യൂ എടുക്കാൻ പോകുമ്പോഴാണെങ്കിലും അല്ലെ അവിടെ ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയാണെങ്കിലും എന്തോ മനസ്സിലൊന്നും ഇല്ലാതെ വെട്ടിത്തുറന്ന ഒരാളായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട്. മറ്റുള്ള സെലിബ്രിറ്റീസിനെ ഒക്കെ പോലെ നിന്നുകൊണ്ട് മസിൽ പിടിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് എന്താ അതേ രീതിയിൽ ഉത്തരം പറയുന്ന അങ്ങനെയൊന്നുമല്ല. പുള്ളിക്ക് അപ്പം എന്ത് തോന്നുന്നു അത് വിളിച്ചു പറയുന്ന ഒരാൾ. എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. കല്യാണം ഓൾറെഡി കഴിഞ്ഞല്ലോ. അടിപൊളിയായിരുന്നു, ഗ്രാൻഡായിരുന്നു, എല്ലാരെയും മീറ്റ് ചെയ്യാൻ പറ്റി. ഓൾ ദ വെരി ബെസ്റ്റ്. ഡയറ്റൊന്നും അല്ല, ഞാൻ ഒത്തിരി ആവശ്യത്തിന് കഴിച്ചു. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? പിണക്കൊക്കെ മാറിയായിരുന്നു എന്ത് പിണക്കോ? അനുമോളുമായിട്ടുള്ള അനുമോളുമായിട്ട് യാതൊരു പ്രശ്നമില്ലെന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ ചോദിക്കണം അനുമോളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോന്ന് ചോദിക്കുമ്പോൾ എന്ത് പ്രശ്നം? അത് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം കഴിഞ്ഞു. അവർക്കൊന്നും ഇതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. അവരവരുടെ ബിസിനസ് കാര്യങ്ങൾ, അവരവരുടെ ജീവിതം എല്ലാം നോക്കി അവരൊക്കെ അങ്ങ് പോയി. ഒരു പറ്റം ഫാൻസുകാർക്കും അന്തം ഫാൻസുകാർക്കും അതുപോലെ തന്നെ കുറച്ചു പേർക്ക് മാത്രം ചില വിഷയങ്ങൾ, അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നോക്കി അവരൊക്കെ പറയുന്നത് കേട്ടെ, അവർക്കൊന്നും യാതൊരു വിഷയമില്ല. മിനിമം കുറച്ചല്ല, അല്ലെങ്കിൽ തമ്മിലൊരു അനുമോൾ ഞങ്ങൾക്ക് ഒരു പിണക്കില്ലല്ലോ. പിണക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതേപോലെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവായിരുന്നു. ആ ചോദ്യത്തിനോട് വല്ല പ്രസക്തി ഉണ്ടോ? ഇല്ലല്ലോ. പിണക്കമുള്ളവര് ഇത് വരില്ല, മനസ്സിലായില്ലേ? ആ പിണക്കമുള്ളവര് ഞങ്ങൾക്ക് പറ്റുന്ന നന്മ മരങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ അങ്ങനെ പിണക്കും വഴക്കൊന്നും കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ്. അത് മോള് പറഞ്ഞിട്ട് കയറിട്ടോ രക്ഷിക്കാൻ പോകുമ്പോഴത്തേക്ക് സമയത്തില്ലേ? ഞാൻ പറഞ്ഞതാ. അത് കഴിഞ്ഞു, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് തന്നെ ഷോ ആയിരുന്നു, അത് കഴിഞ്ഞു. അത് തന്നെ പറയുന്നത് ഞങ്ങൾ ഈ പിണക്കമൊന്നും, അത് തന്നെ നെവിൻ കറക്റ്റായിട്ട് പറയുന്നത് ഞങ്ങൾ ഈ പിണക്കമൊന്നും മനസ്സിലൊന്നും നിൽക്കി നടക്കുന്നവരല്ല. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ വന്ന് ഫുഡ് കഴിച്ച് വയറിനിറച്ച് ഫുഡും കഴിച്ച് ഇവിടെ ഇത്ര സന്തോഷത്തോടെ നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിത് പ്രത്യേകം ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറെ പേർ ഇപ്പോഴും വെളിയിൽ ഈ നെഗറ്റീവ് പറയുന്നവരുണ്ട്. ഇവരെയൊക്കെ അത് കഴിഞ്ഞു, ആ ഷോ അവിടെ കഴിഞ്ഞു, അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. അവരിപ്പോ സന്തോഷമായിട്ട് അവർ കണ്ട് അനുമോളുടെ കല്യാണത്തിന് വരുന്നു, സംസാരിക്കുന്നു, പോകുന്നു. പിന്നെ ഓക്കെ, അവരെന്തെങ്കിലും കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷെ ആ ഒരു പഴയ ഒരു വിഷയത്തെ വെച്ച് തന്നെ നമ്മൾ മുന്നോട്ട് അവരെ വിലയിരുത്തുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. ഷോയാണ്, ആ ഷോയ്ക്കകത്ത് ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ വേണ്ടിയൊക്കെ പലതും പറയും. അതൊക്കെ ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്നതാണ്. പക്ഷെ അതാണ് അവരുടെ റിയൽ ക്യാരക്ടർ എന്ന് പറഞ്ഞ് നമ്മളൊരു അച്ചുകുത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് പക്ഷെ അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമുക്കും തോന്നും, ഞാൻ റിവ്യൂ ചെയ്യുന്ന ആളാണ്, എനിക്ക് അത് കാണുമ്പോൾ എന്താണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത്, അതൊരിക്കലും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ അവര് അകത്ത് കാണിച്ചതുപോലെ ആയിരിക്കത്തില്ല വെളിയിൽ. അപ്പൊ നമുക്കത് മനസ്സിലാവുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും അവരെ ആ ഒരു ഇതിൽ കാണരുത് എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും അവർക്ക് യാതൊരു വിഷയമില്ല. അവര് ഓക്കെ, ഇപ്പം മനസ്സിലായില്ലേ? പലർക്കും ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പേരെ ഉള്ളു വരാതിരുന്നേ, ബാക്കി എല്ലാവരും വന്നിട്ടുമുണ്ട്. നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ പറഞ്ഞ മതി. രാവിലെ ഓക്കെ, ജോലിയാ എൻജോയ് பண்ணு. ഓക്കെ, ആ ഫുഡ് കഴിച്ചു. നീ മലയാളം പഠിച്ചോ? ഞാൻ പഠിപ്പിച്ചു. മലയാളമൊക്കെ അനുമോള് പഠിപ്പിച്ചോളൂ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ പുള്ളിക്ക് ഭാഷ അറിയാലോ, ഭാഷ അത്രയും പോരാ, മലയാളം അത്രയും അറിയത്തില്ല. തമിഴ് കുറച്ചൊക്കെ ഈ പറയുന്ന അനുമോൾക്ക് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അനുമോള് തമിഴും മലയാളവും കൂടെ മിക്സ് ചെയ്തൊക്കെ പഠിപ്പിച്ചോളൂ. മലയാളം പഠിച്ചോ? ഞാൻ പഠിപ്പിച്ചു കൊണ്ട് വരികയാണ്. കേരള പയ്യനാക്കാൻ പോവാണ്. ഒന്നും തീരുമാനിച്ചിട്ടില്ല. പുള്ളിക്ക് ഡ്യൂട്ടിക്ക്, അതായത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് വർക്കിന് കയറണം. ഹായ് പറ, സംസാരിക്കും എന്തെങ്കിലും. സുഖമാണോ? ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പറഞ്ഞു ஸோ எல்லாரும் கேரளா அங்கே நல்ல ஃபேமஸ், லைக் நல்ல கிளைமேட் எல்லாமே ரொம்ப பிடிக்கும். ஸோ கேரளா மோஸ்ட்லி தமிழ் பீப்புள்ஸ்க்கு எல்லாமே ரொம்ப பிடிக்கும். அது போக நான் வந்து പോട്ടെ. അപ്പൊ എല്ലാരും ആരും പോവരുത് കേട്ടോ, എല്ലാരും ഭക്ഷണം കഴിച്ചിട്ടേ പോവാം. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ.
അനുമോളുടെ റിസപ്ഷനും കഴിഞ്ഞു. അങ്ങനെ അവർ അവരുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായി കയറി കഴിഞ്ഞു. ഇനി അവരായി അവരുടെ പാടായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ എല്ലാം ബിഗ് ബോസ് ഹൗസിനകത്തും വെളിയിലും ഒക്കെ ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആരും നല്ലവരൊന്നും അല്ല. ആരും 100% പെർഫെക്റ്റ് ഒന്നും ആർക്കും ആകാൻ പറ്റത്തില്ല. അപ്പം ആ തെറ്റും കുറ്റങ്ങളും എല്ലാം മാറി, അതുപോലെ അവരുടെ തെറ്റിദ്ധാരണകൾ മാറി ഇവരെല്ലാവരും ഒന്നിച്ച് ആ ഒരു റിസപ്ഷനിൽ ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.